2 മണിക്കൂറോളം നീണ്ടുപോയ ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് അന്തിമ വിസിൽ മുഴങ്ങിയിരിക്കുന്നു. നോർവേയുടെ ലോകകപ്പ് സ്വപ്നം അവസാനിച്ചതിന് പിന്നാലെ എർലിംഗ് ഹാളണ്ട് വികാരാധീനനായി മൈതാനത്തിലൂടെ നടന്നു നീങ്ങി. ഇംഗ്ലണ്ട് ടീം അംഗങ്ങളെ ആശ്ലേഷിച്ചു, സഹപ്രവർത്തകരെ ആശ്വസിപ്പിച്ചു. മുഖത്ത് വികാരങ്ങൾ ഒളിപ്പിച്ച നിസ്സംഗഭാവമായിരുന്നു അപ്പോഴെല്ലാം. തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മത്സരം അദ്ദേഹം ഇപ്പോഴാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ആ ചുമലിലേറിയുള്ള നോർവേയുടെ അത്ഭുതകരമായ ലോകകപ്പ് യാത്ര അവസാനിച്ചിരിക്കുന്നു. 28 വർഷങ്ങൾക്കു ശേഷം ആദ്യമായി നോർവേയെ ലോകകപ്പിലേക്ക് നയിച്ച എർലിംഗ് ഹാളണ്ടിൻ്റെ സ്വപ്നം ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോടേറ്റ ഹൃദയഭേദകമായ തോൽവിയോടെ അവസാനിച്ചു. അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു, കാലുകൾക്ക് ഭാരമേറ്റതുപോലെ തോന്നി. അവൻ്റെ മുഖത്തെ വേദന ഓരോ ഫുട്ബോൾ ആരാധകനും വ്യക്തമായി കാണാമായിരുന്നു. ഒടുവിൽ ഹാളണ്ട് പതുക്കെ മൈതാനം വിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും അദ്ദേഹം നേരെ അകത്തേക്ക് പോകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ അപ്പോഴാണ് ഗ്യാലറിയിലിരുന്ന ഒരു കുഞ്ഞു നോർവേ ആരാധകനെ അദ്ദേഹം ശ്രദ്ധിച്ചത്. ഹാളണ്ടിൻ്റെ നമ്പർ 9 ജേഴ്സി ധരിച്ചിരുന്ന ആ കുഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു. നടന്നു പോകുകയായിരുന്ന ഹാളണ്ട് അവിടെ നടത്തം നിർത്തി. അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. അവന് മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. ഒരു വാക്കുപോലും പറയാതെ ആ കുഞ്ഞിൻ്റെ ജേഴ്സിയിൽ തൻ്റെ ഒപ്പുവെച്ചു. അതിനുശേഷം അവനെ ഹൃദയത്തോട് ചേർത്ത് ഒരു സ്നേഹാലിംഗനം നടത്തി. സ്വയം കരയാതിരിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. ആ ഏതാനും നിമിഷങ്ങളിൽ തോൽവിയുടെ വേദന അപ്രത്യക്ഷമായിരുന്നു. ആ വികാരനിർഭരമായ നിമിഷത്തിലൂടെ ഫുട്ബോൾ എന്നത് കിരീടങ്ങൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഹാളണ്ട് ലോകത്തെ ഓർമ്മിപ്പിച്ചു. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതും പ്രത്യാശ നൽകുന്നതും ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതുമാണ് യഥാർത്ഥ ഫുട്ബോൾ എന്ന് ഹാളണ്ട് ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിച്ചു. നോർവേ മത്സരം തോറ്റിരിക്കാം, പക്ഷേ എർലിംഗ് ഹാളണ്ട് ഒരു മികച്ച ഗോൾ വേട്ടക്കാരൻ മാത്രമല്ലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. ഈ ലോകകപ്പ് വേദിയിൽ നിന്ന് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നക്ഷത്രമാണ് ഇന്ന് എർലിംഗ് ഹാളണ്ട്. ഈ ലോകകപ്പ് അദ്ദേഹത്തിൻ്റെതായ നിമിഷമാക്കി മാറ്റാനായില്ലെങ്കിലും ഇന്ന് വെറും 25കാരനായ ഹാളണ്ട് ഒരുപക്ഷെ അടുത്ത ലോകകപ്പിൻ്റെ താരമാകാൻ മാത്രം പ്രതിഭയുള്ള താരമാണ്. 2030 ഹാളണ്ടും നോർവേയും കൂടുതൽ ശക്തരായി തിരിച്ചു കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. ഇത്തരത്തിലുള്ള കൂടുതൽ കായിക വിശേഷങ്ങൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുണ്ടാകാനും മറക്കരുത്.